നമസ്കാരം. ഇന്ന് ജനുവരി 28 ചതുർദശി തിഥി ദിവസം, പരമശിവനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ദിവസമാണ്. ചൊവ്വാഴ്ച ആയതിനാൽ തന്നെ ഇന്ന് ചൊവ്വാഗ്രഹം പ്രബലമായിരിക്കുന്ന ദിവസമാകുന്നു. ചന്ദ്രൻ ധനുരാശിയിൽ നിന്നും മകരത്തിലേക്ക് മാറുന്നതുമാണ്. പൂരം നക്ഷത്രവും ഉത്രാട നക്ഷത്രവും സന്ധിക്കുന്നതിനാൽ ഇന്ന് ത്രിവേണി യോഗവും ഉണ്ടാകുന്നതാണ്. ഇതുമൂലം മിഥുനം, തുലാം, വൃശ്ചികം, മകരം, കുംഭം എന്നീ രാശിയിലുള്ളവർക്ക് ചില കാര്യങ്ങൾ അനുകൂലമാകാം. അതിൽ പ്രധാനമായും സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്ന 3 രാശിക്കാരെ കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ അല്പം വർദ്ധിക്കുന്നതായ സമയമാകുന്നു. ആ 3 ഭാഗ്യരാശികൾ ഇവരാണ്. മിഥുനം രാശി, മകീരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മിഥുനം രാശിക്കാർക്ക് ജനുവരി 28 ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകുന്ന ദിവസങ്ങളുടെ തുടക്കമാണ്. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ബിസിനസ് പരമായ ലാഭം വന്നു ചേരാം. കൂടാതെ അനായാസമായ നേട്ടങ്ങൾ, സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കാം. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ സ്ഥാനം നേടിയെടുക്കുവാൻ സാധിക്കുകയോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുകയോ ചെയ്യാം. സ്വാധീനം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുക എന്നത് പലരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. എന്നാൽ പലർക്കും സംഭവിക്കണം എന്നില്ല. എന്നാൽ ഇവർക്ക് അത്തരത്തിലൊരു സൗഭാഗ്യം ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുന്നതായ സമയമാകുന്നു. മികച്ച അവസരങ്ങൾ തന്നെ ലഭിക്കും എന്ന് തന്നെ പരാമർശിക്കാം. കൂടാതെ സംരംഭമോ പദ്ധതിയോ നടപ്പിലാക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്തരം കാര്യങ്ങൾ അനുകൂലമായി തീരാം. കൂടാതെ മതപരമായ കാര്യങ്ങൾ തങ്ങൾക്ക് അത്തരം കാര്യങ്ങളിൽ കൂടുതലായി പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പ്രധാനമായും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്ന അവസരങ്ങൾ തന്നെയാണ് വന്നു ചേരുക. കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നേരിടുന്നതായ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുകയോ പോംവഴി കണ്ടെത്തുകയോ ചെയ്യാവുന്ന സമയം കൂടിയാകുന്നു. കുടുംബാന്തരീക്ഷം കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാണ്. സമാധാനപരമായി തന്നെ ഏത് പ്രശ്നത്തെയും സമീപിക്കുവാനും തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാനും സാധിക്കും. പല തർക്കങ്ങളും പരിഹരിക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം അമിതമായ ദേഷ്യം, വാശി തുടങ്ങിയ കാര്യങ്ങൾ തങ്ങൾക്ക് എതിരായി തീരും എന്ന ധാരണ ഇവർക്ക് വന്നു ചേരാം. അതിനാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ ഇവർക്ക് സാധിക്കും. അപ്രതീക്ഷിതമായ സാമ്പത്തിക ലാഭങ്ങൾ ഇവർക്ക് വന്നു ചേരാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്ന് ചേരുന്നതായ സമയം കൂടിയാകുന്നു. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ട സമയം കൂടിയാണ്. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് തുലാം രാശിയാകുന്നു. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന സാഹചര്യങ്ങളാണ് കടന്ന് വന്നിരിക്കുന്നത്. പ്രധാനമായും നിങ്ങൾക്ക് സ്വാധീനം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. മറ്റുള്ളവരിൽ നിന്നും പിന്തുണ നേടിയെടുക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളിലും ലാഭം 10 മടങ്ങായി നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. പ്രതീക്ഷിക്കുന്നതായ സഹായം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. സാമ്പത്തികപരമായ ആശങ്കകൾ നിങ്ങൾക്കുണ്ട്. പല കാര്യങ്ങളും എപ്രകാരം മുന്നോട്ട് കൊണ്ടുപോകും എന്ന ചിന്ത നിങ്ങൾക്ക് വളരെയധികമുള്ള സമയമാകുന്നു. അതിൽ മാറ്റങ്ങൾ വന്നു ചേരാവുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ആശങ്കകൾ കുറയ്ക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. നിയമപരമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന സമയം കൂടിയാണ് വന്ന് ഭവിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പലവിധ കാര്യങ്ങളും അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങളാണ് ഉള്ളത്. പ്രവൃത്തി വിജയങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് ഉണ്ടാവുക എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം പലവിധ തർക്കങ്ങൾ എപ്രകാരം പരിഹരിക്കും എന്ന് അറിയാത്തതായ പലവിധ തർക്കങ്ങളും പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. കൂടാതെ ഈ സമയം പ്രധാനമായും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ബിസിനസ് പരമായോ തൊഴിൽപരമായോ ഉള്ള കാര്യങ്ങൾ നടക്കില്ല എന്ന് വിചാരിച്ചതായ ചില കാര്യങ്ങൾ അത് നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. കൂടാതെ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് അപ്രതീക്ഷിതമായ പിന്തുണ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമാണ്.
ഭാഗ്യദേവത കടാക്ഷിക്കുന്ന സമയമായി തന്നെ പരാമർശിക്കാം. അതിനാൽ ശരിയായ രീതിയിലുള്ള ചിന്തകൾ, പ്രവർത്തനങ്ങൾ അനിവാര്യമാകുന്നു. ചില കാര്യങ്ങൾ പിന്നീട് ചെയ്യാം എന്ന രീതിയിൽ മാറ്റിവയ്ക്കുവാൻ നിങ്ങൾ ശ്രമിക്കുന്നതാണ്. അത്തരം കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അല്പം കൂടി അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യങ്ങളാണ് ഉള്ളത്. കാരണം മറ്റുള്ളവരിൽ നിന്നും ബഹുമാനവും അംഗീകാരങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുണ്ട്. പല കാര്യങ്ങളിലും അത് പ്രതിഫലിക്കുന്നതായ സമയം കൂടിയാകുന്നു. ധനപരമായ നേട്ടങ്ങൾ, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരുവാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. അതിനാൽ തന്നെ പ്രതീക്ഷിക്കുന്നതായ വിജയങ്ങൾ പല കാര്യങ്ങളിലും സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഭാഗ്യദേവത കടാക്ഷിക്കുന്നതായ സമയമാകുന്നു. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് കാര്യ തടസ്സങ്ങൾ അനുഭവിക്കുന്നവരാണ് എന്നതാണ് വാസ്തവം. പലപ്പോഴും അത് നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള നഷ്ടങ്ങൾക്ക് കാരണമായി തീരുന്നു. എന്നാൽ കാര്യവിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക എന്ന് മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. പ്രധാനമായും ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് നിങ്ങൾ. അത് നിങ്ങളുടെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടും കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടുമാകാം. കൂടാതെ കുടുംബത്തിൽ നിന്നും കുത്തുവാക്കുകൾ കേൾക്കേണ്ടതായ സാഹചര്യങ്ങൾ പലപ്പോഴും നിങ്ങൾക്കുണ്ട്. എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇപ്രകാരം സംഭവിക്കുന്നു എന്ന ചിന്ത പലപ്പോഴും നിങ്ങളിലേക്ക് കടന്ന് വരുന്നതുമാണ്. എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. കുടുംബത്തിന് ഐശ്വര്യം അഥവാ ഒപ്പം നിൽക്കുന്നവർക്ക് പോലും സൗഭാഗ്യങ്ങൾ നൽകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാണ്. കൂടാതെ ഈ സമയം പ്രധാനമായും മറ്റു ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ജോലി, ബിസിനസ്, വരുമാനം നേടുവാൻ സാധിക്കും. വിദേശത്ത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശ പഠനം സാധ്യമാകുന്നതായ സമയമാണ് എന്ന പ്രത്യേകതയുണ്ട്. ഈ സമയം അതിനാൽ അത്തരം കാര്യങ്ങൾക്കായി ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് വിജയം കാണും എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കുക. ഈ രാശിക്കാർ കൂടാതെ മറ്റു ചില രാശിക്കാർക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എങ്കിൽ പോലും ഈ പരാമർശിച്ച 3 രാശിക്കാർക്കാണ് കൂടുതലും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുക. കൂടാതെ മകരം രാശിക്കാർക്കും കുംഭം രാശിക്കാർക്കും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. ഇവർക്കും കാര്യങ്ങൾ അനുകൂലമാവുകയും ധനപരമായ നേട്ടങ്ങൾ, ഉയർച്ച ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള സമയം കൂടിയാണ് എന്ന കാര്യവും ഓർക്കുക. ഭാഗ്യം തുണയ്ക്കാവുന്ന സമയം കൂടിയാകുന്നു. അതിനാൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതും അനിവാര്യമാകുന്നു.